ഹലോ. ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇന്നിൻ്റെ ഇതുമൂൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ബർത്ത്ഡേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം നമുക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ വയസ്സായി 11 വയസ്സായി. ഞാനും കൂടി അറിഞ്ഞില്ല. പിന്നെ അതാ ഒക്കെ രാവിലെ തന്നെ ഒരു ചെറിയ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാരും ഗിഫ്റ്റ് കഴിക്കുന്നത് കുറച്ച് ഓർക്ക് വന്നിരുന്നാലും കേൾക്കുള്ളൂ. ഇത് നീനുൻ്റെ ഗിഫ്റ്റാണ് ഗൈസ്. നമ്മൾ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ യൂണിഫോമൊക്കെ മാറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു പരിപാടികളൊക്കെ ഉണ്ട് ബർത്ത്ഡേൻ്റെ. ഇന്നലെ ഉള്ള ഫ്രണ്ട്സൊക്കെ വന്ന് ചെറുതായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അതിൻ്റെ ചെറിയ വീഡിയോ ആണ്. അതെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഇതുമൂന്ന് എല്ലാവരും ഒരു വിഷ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിന്ന് രാവിലെ നല്ല ഗ്രീൻ പീസ് കറിയും പുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ഇങ്ങനെ രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പുതിർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഗ്രീൻ പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇടാനായിട്ട്. പിന്നെ ഇതാ നമുക്ക് നല്ല അടിപൊളി പുട്ടുപൊടി ഇട്ടിട്ടുണ്ട്. നീനുട്ടി എപ്പോഴും പറയാറുണ്ട് നീ പുട്ടുണ്ടാക്കി തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുട്ടുപൊടി കൊണ്ടുവരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മളിവിടെ ദോശ കലക്കി പറഞ്ഞ അപ്പാടെല്ലാം ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് നീനുവിന് ഇഷ്ടമല്ല പുട്ടുണ്ടാക്കി ഉച്ചയ്ക്ക് നമുക്ക് ഇതുമൂന്നുള്ള ബർത്ത്ഡേ സ്പെഷ്യലായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ഇതാ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതവിടെ വേവുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് പുട്ട് ഒന്ന് മൺപിടിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കാണാൻ എല്ലാവർക്കും ഒരു മടി ഉണ്ടാവും. എന്നാലും ലാസ്റ്റ് ഇതുമൂൻ്റെ ബർത്ത്ഡേൻ്റെ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് കാണാം കേട്ടോ. കാരണം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇനിയിപ്പോൾ ലെങ്തി ആയാലും കുഴപ്പമില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചാനലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മളെ മക്കളൊക്കെ വലുതായി ഓരോ പഠിക്കാനും കാര്യത്തിനൊക്കെ നമ്മളടുത്ത് നിന്ന് വിട്ടു പോകുമല്ലോ. ആ ടൈമിൽ നമുക്ക് കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. കാരണം അതൊക്കെ നമുക്ക് അന്നൊരു ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും കാണുമ്പോൾ. ഇപ്പോൾ തന്നെ ഞാൻ ഒരു വർഷം മുമ്പുള്ള വീഡിയോ കാണുമ്പോൾ അല്ലാതെ അങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ അന്നത്തെ ഐറൂസൊക്കെ കുഞ്ഞു കുട്ടിയെന്നല്ലോ. അപ്പോൾ അതൊക്കെ കാണാനും ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോനെ കുറേ മുമ്പത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബർത്ത്ഡേ വീഡിയോസൊക്കെ കറക്റ്റ് ഇടുന്നത്. നമുക്ക് അതൊക്കെ ഒരു ഭയങ്കര മെമ്മറീസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ വേഗം അങ്ങനെ നീട്ടി വലിച്ച് പറയുന്നില്ല. എന്നാലും ഞാൻ ഗ്രീൻ പീസ് അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ വേഗം പുട്ടിനെ മൺപിടിച്ചു. അത് കഴിഞ്ഞ് ഇതാ അതിലേക്കുള്ള തേങ്ങ ചിരണ്ടി എടുക്കുകയാണ്. ഇതും പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗമൊക്കെ ഉള്ളത് പെട്ടെന്ന് പുട്ടും പിന്നെ കറി കൊടുത്തു. പക്ഷെ നമ്മൾ ഗ്രീൻ പീസ് വേവാത്തതുകൊണ്ട് ഒക്കെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ബർത്ത്ഡേകളല്ലേ നമുക്ക് കുറച്ചൊരു സ്പെഷ്യലാക്കാം. അപ്പോൾ അവൾക്ക് ഞാൻ ചിക്കൻ കറിയും പുട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ രാവിലെ തന്നെ ഇന്ന് നീനുട്ടീൻ്റെ ഒരു മധുരം കിട്ടിയിട്ടാണ് അവൾ ബർത്ത്ഡേ തുടങ്ങുന്നത്. അപ്പോൾ ആണി എഴുന്നേറ്റ് വന്നിട്ടില്ല കേട്ടോ. മോള് പിന്നെ മോള് എഴുന്നേറ്റ് വന്നിട്ടില്ല. ഓള് കുട്ടി ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല അവന് കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പോഴും നല്ല പനി ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് ഓൻ നല്ല ക്ഷീണത്തിലാണ്. അപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടില്ല. ഓളവാക്കി ഉണ്ടാവും മുട്ടയൊക്കെ കൊടുക്കാൻ. അപ്പോൾ ഏതായാലും ഓള് ഫുഡൊക്കെ കഴിച്ച് പിന്നെ സ്കൂൾക്ക് പോകാൻ ഒരുങ്ങാണ്. അവിടെ കഴിക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേക്കും അടുത്ത കുറ്റി അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ ഒന്നും ചുട്ട് വെക്കുന്നില്ല. കാരണം ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് പിന്നെ അത് ബാക്കിയായി കഴിഞ്ഞാൽ ബാക്കിയായി അവിടെ എങ്ങനെ കിടക്കും. അപ്പോൾ അത് വേണ്ടല്ലോ, നമുക്ക് ഇനി വേഗം ആവശ്യത്തിന് മാത്രമുള്ളത് ചുട്ടിട്ട് ബാക്കി പൊടി ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം എന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ വേഗം ഒരു കുറ്റിയും കൂടി ചെയ്യണം. കാര്യമായിട്ട് തിന്നു കഴിഞ്ഞപ്പോൾ നീനുട്ടി ആയിരിക്കും, പിന്നെ എൻ്റെ ഹസ്ബൻഡ് തിന്നുള്ളൂ. ഇതും മോളും ഏതായാലും കഴിക്കൂല. പിന്നെ ഐറൂസിനും ഇപ്പോൾ പനി ആയതുകൊണ്ട് ഓന് കഞ്ഞിയോ അല്ലെങ്കിൽ അവൻ്റെ കുറുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ വേഗം ഒരു കുറ്റിയും കൂടി പുട്ടിച്ചിടാം. ബാക്കിയുള്ളത് തേങ്ങയും പുട്ടുപൊടിയൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് കരുതി. പിന്നെ തൂമിക്കാനുള്ള നമ്മൾ ഗ്രീൻ പീസ് തൂമിക്കാനുള്ള ഉള്ളിയാണ് കേട്ടോ ഞാൻ എരിഞ്ഞുകൊടുക്കുന്നത്. അത് നമുക്ക് ഗ്രീൻ പീസ് വന്നിട്ട് അത് തൂമിച്ചൊന്ന് സെറ്റാക്കണം. അങ്ങനെ അതവിടെ പുട്ട് അവിടെ ആവിപ്പറക്കുന്നുണ്ട്. നമ്മൾ തൂമിക്കാർ കടല അപ്പോകിനും കുക്കറിൽ നിന്ന് തുറക്കാനൊക്കെ പറ്റി തുറന്നു നമ്മൾ തൂമിച്ചെടുക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള പരിപാടിയിലാണ്. അപ്പോകിനും ഇതും റെഡിയായി. മറ്റു വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് നേരത്തെ പോകണത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. കാരണം ഇന്നലെ വെള്ളിയാഴ്ചയാണ് ഉള്ള ബർത്ത്ഡേ. എന്താ പറയുക 21/11/2014 ഓൾ ജനിച്ചത്. അപ്പം അതൊക്കെ ഒരു ഓർമ്മ തന്നെയാണ്. പ്രഗ്നൻ്റ് ആയുള്ള കാലം, അതേപോലെ പ്രസവിച്ച് കിടക്കുന്ന കാലം, അത് ഒരു
അമ്മമാർക്കും മറക്കാൻ പറ്റാത്ത അതിനിപ്പോൾ രണ്ടെണ്ണം 3 4 പ്രസവിച്ചവർക്കും ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഓർക്കാൻ ഇഷ്ടമുള്ള ഇതായിരിക്കും നമ്മളെ മക്കൾ പ്രഗ്നൻ്റ് ആയി നടക്കുന്ന കാലം പ്രത്യേകിച്ചും അതെ. ഏതായാലും അവൾ സ്കൂൾക്ക് പോയി. പിന്നെ ഞാനിതാ എൻ്റെ ഹസ്ബൻഡിന് ഫുഡൊക്കെ കൊടുക്കുകയാണ്. മൂപ്പർക്ക് ആയപ്പോഴേക്കും ഞാൻ കടലക്കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 കഷ്ണം പുട്ടും കടലക്കറിയൊക്കെ പാർന്നിട്ട് ഞാൻ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വന്ന പാടെ തന്നെ പിന്നെ ചിക്കൻ എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വരുമ്പോഴേക്ക് ചൂടാറി സെറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ആ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ പണികളൊക്കെ നിന്ന് അപ്പോഴേക്കും ഐറൂസ് എഴുന്നേറ്റ് വന്നു കേട്ടോ. ഐറൂസ് മാത്രമല്ല മോളും നീനും എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഒക്കെ അപ്പോൾ ഇതുമ്മ പോയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഇനി ചായയൊക്കെ കൊടുക്കണം. ഐറൂസ് ആണെങ്കിൽ പനി ഇങ്ങനെ ചെറുതായിട്ട് വിട്ട് മേലൊക്കെ വിയർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പാടാനോ എൻ്റെ ഷർട്ടൊക്കെ ഉണ്ട് ഊരി വെച്ചതാണ് കേട്ടോ. കാരണം നല്ല വിയർത്തിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ മോള് ഇവിടെ ഇരുന്നപ്പോൾ എന്താ വെച്ചാൽ ഈ പ്ലേറ്റ് വെക്കുന്ന സാധനം ഞാൻ ആ വീതന്മ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇത് ഇവിടുന്ന് മാറ്റണം, ഇത് ഇവിടെ വെച്ചാൽ ശരിയാവില്ല, ഇത് എനിക്ക് ഇരിക്കാനുള്ള സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. ഒക്കെ റെഡിയാവും. നമ്മൾ താഴത്ത് കബോർഡും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താവും പിന്നെ അവിടെ ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാവും. പിന്നെ ഒരു സാധനം പാത്രങ്ങളൊന്നും നമുക്ക് പുറത്തുണ്ടാവില്ല, എല്ലാം ആ കബോർഡിൻ്റെ ഉള്ളിൽ അടുക്കി പെറുക്കി വെക്കാം. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായി ഇരിക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ അതിനെ പറ്റിയാണ് ആ പറയുന്നത് കേട്ടോ. അപ്പം നീനുട്ടിക്ക് വിശക്കുന്നുണ്ട്, പുട്ട് വേണമെന്ന്. അപ്പോൾ ഓക്ക് ഞാൻ പുട്ട് പ്ലേറ്റിലാക്കിയിട്ട് പുട്ടും ചിക്കൻ കറി കടലക്കറിയൊക്കെ കൊടുത്തപ്പോൾ പറയാം, അമ്മച്ചി ഇപ്പം ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ, എനിക്ക് പിന്നെ വാരി തരലായിരുന്നല്ലോ, ഇതിപ്പോൾ എന്താ എനിക്ക് പ്ലേറ്റിൽ അങ്ങോട്ട് തരുന്നത്, ഇത് എനിക്ക് വാരി തരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓളെ ഇരിക്കണത്. ഓക്ക് വന്ന് അറിയാലോ നമുക്ക് വാരി കൊടുത്താലേ ഇറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഐറൂന് വയ്യല്ലോ, പിന്നെ തൽക്കാലം ഈ ഒറ്റയ്ക്ക് കഴിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു കഷ്ണം കഴിച്ച് ഓള് പിന്നെ നിർത്താൻ നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ വാരി കൊടുക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ എന്നിട്ടേ ഫുള്ളാക്കിയത്. ഒരു കഷ്ണം മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ഇതാ ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള ചായയാണ് പിന്നെ ഞാൻ അടുപ്പത്ത് വെച്ചത്. മോള് പല്ലൊക്കെ തേച്ച് വരട്ടി എന്നിട്ടും വേണം ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ഓക്കും ഞാൻ എല്ലാവർക്കും 3 ആൾക്കും ചായ ഉണ്ടാക്കി ഞങ്ങളൊക്കെ ചായ കുടിക്കണം. പക്ഷേ ഞാൻ പിന്നെ പുട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ മോക്ക് ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾ ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് എന്താ കഴിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങിയിട്ടില്ലെങ്കിൽ ഓൾ പറയും ഞാൻ രാവിലെ മുട്ട മതി എന്ന് പറഞ്ഞില്ല അമ്മച്ചി, എനിക്കത് മുട്ട മതി, മുട്ട തിന്നുടേനോ ചോദിക്കും. അപ്പോൾ എനിക്ക് പിന്നെ അത് പുഴുങ്ങി ആവണ വരെ ഒക്കെ ആണെങ്കിൽ പൊരിക്കണത് വലിയ താല്പര്യമല്ല കേട്ടോ. പുഴുങ്ങി കഴിക്കണതാണ് ഇഷ്ടം. അപ്പോൾ ഒരു മുട്ട പുഴുങ്ങണമെങ്കിൽ എന്തായാലും 10-15 മിനിറ്റ് പിടിക്കുമല്ലോ. അപ്പോൾ ആ സമയം പിന്നെ അവൾ വിശന്നിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഇടങ്ങാറുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എല്ലാവർക്കും മുട്ട അങ്ങോട്ട് പുഴുങ്ങി വെക്കും. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ചായ വേണം ഉണ്ടാക്കിയിട്ടുണ്ട്, കുടിച്ചോന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് പുട്ട് മതിയാണ്, നമുക്ക് മുട്ട വേണ്ട പുട്ട് മതിയാണ്. അപ്പോൾ പിന്നെ ഓക്കും പുട്ടൊക്കെ കൊടുക്കണം. ഏതായാലും ഞാൻ ചായ കൊടുത്തിട്ടുണ്ടോളൂ. അപ്പോഴും പല്ലുമുഖമൊക്കെ കഴിഞ്ഞു വീണ്ടും അതേ സ്ഥാനത്ത് വന്നിരിക്കുന്നുണ്ട്. നീനുട്ടി എന്താ പറയുക കഴിക്കണത് കണ്ടപ്പോൾ ഐറൂന് ഒറ്റയ്ക്ക് പ്ലേറ്റിൽ ഫുഡ് കിട്ടണം കേട്ടോ. ഞാൻ നീനുട്ടിന് ഇങ്ങനെ വാരി കൊടുക്കണത് നീനുട്ടിൻ്റെ ഒപ്പം നിൽക്കണതൊന്നും എൻ്റെ ഐറൂസിന് ഇഷ്ടമല്ല കേട്ടോ. നീനുവിന് വാരി കൊടുക്കുമ്പോൾ ഓന് ഇങ്ങോട്ട് ഒരു എന്താ പറയുക ഒരു ദേഷ്യമൊക്കെ വരാറുണ്ട്. അപ്പോൾ ഓനെ മാത്രം ഞാൻ വിലക്ക് ചോദിച്ചാൽ മതി എന്നൊക്കെ ഉള്ള ഒരു ഭാവമാണ് ഓന്. എന്നാലും എല്ലാവരും ഇരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ പിന്നെ ചായ മാത്രം കുടിച്ചു. എനിക്കൊന്ന് പുറത്ത് പോവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതും ഇതും പോയിട്ടാണ് എനിക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ഞാൻ എന്നോ പ്ലാൻ ചെയ്ത ഒരു സംഗതിയാണ്. പക്ഷേ ഒരു ലാസ്റ്റ് നിമിഷം ശരിയാവുക. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു ഒഴിവുണ്ടായതില്ല. മോളൂന് വയ്യാണ്ടായി, അത് കഴിഞ്ഞ് ഇതുമൂന്ന് വയ്യാണ്ടായി, അത് കഴിഞ്ഞ് ഐറൂസിന് സൂചി വെച്ച് ഓന് പനിച്ചു, അത് കഴിഞ്ഞ് എനിക്കും പനിച്ചു. അങ്ങനെ എല്ലാം കൂടെ ഒരു ബഹുലമായ ഒരാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഈ ബർത്ത്ഡേൻ്റെ ആ ദിവസം ഞാൻ പുറത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇതെന്തിനാണ് പോകണമെന്ന് വെച്ചാൽ തുത്തുന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്ക് ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ. അപ്പം നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഓക്ക് കറക്റ്റായിട്ടുള്ള അളവിൽ കിട്ടൂലല്ലോ. അപ്പോൾ ഈ പോയിട്ട് വാങ്ങിക്കൊണ്ടു പിന്നെ പൈസ ഞാൻ എനിക്ക് ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓൾ പൈസയൊക്കെ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് തന്നെ എനിക്ക് കൊടുക്കണം ഗിഫ്റ്റ്, ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ കൊടുക്കണം. അതുകൊണ്ട് ഈ വാങ്ങി ഗിഫ്റ്റ് പേപ്പർ പൊതിഞ്ഞു കൊണ്ടുവരണം എന്നുള്ളത് തുത്തുവിൻ്റെ പ്രത്യേക ഓർഡറായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് ചെയ്ത് കൊടുക്കേണ്ടേ, എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഓക്ക് മാത്രം കൊടുക്കാതൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ വേഗം പുതിയ അത് വാങ്ങാനാണ് ഇപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇമ്മാൻ്റെ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ മോളും വാങ്ങിയിട്ടുണ്ട്, നീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി തുത്തു ആ സമയത്ത് ഓക്ക് കൊടുക്കാതൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പം തന്നെ ഈ ഒരു നേരത്തെ ഇറങ്ങിയത്. കാരണം നമുക്ക് ഇന്ന് ഉച്ചക്കേക്കുള്ള ഫ്രൈഡ് റൈസ് ഒക്കെ
ഉണ്ടാക്കാണ്ട്. അപ്പോൾ ഒന്നാമതേന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പം ഒന്നിനും നേരമില്ലാത്തൊരു ദിവസമായിരിക്കും എനിക്ക് വെള്ളിയാഴ്ച കേട്ടോ. പിന്നെ ഞാൻ അവിടുത്തെ ചെരുപ്പ് കടയിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു ഫാൻസിക്ക് കയറി, കാരണം ഈ ഒരു മാല വാങ്ങാനാണ് കേട്ടോ. അപ്പോൾ ഇതും ഒരു മാല ഇടാതെ ഒരു തീരെ അങ്ങനെ മാല കമ്മല ഒക്കെ കാത് കുത്തിയിട്ടേ ഇല്ല ഇതുവരെ, 11 വയസ്സായി കാത് കുത്തിയിട്ടില്ല. അപ്പം ഒക്കെ എന്താ വെച്ചാൽ മാല ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ടോ ഒക്കെ കാണാൻ. അങ്ങനെ ഇടാത്ത ഒരാൾ പെട്ടെന്ന് ഇടുമ്പോൾ ചെയിനൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ചെയിനും മോതിരം വാങ്ങി, പിന്നെ ഗിഫ്റ്റ് പൊതിയാനുള്ള കുറച്ച് പേപ്പറുകളും വാങ്ങി കേട്ടോ. പിന്നെ പോരുന്ന വഴിക്ക് കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, മറ്റേ എന്താ പറയുക ചീസ് ബോളോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള, നമ്മളെ പിന്നെ സമൂസ ഷീറ്റിൻ്റെ ഉള്ളിൽ ചീസൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സംഭവം. അപ്പോൾ അതും വാങ്ങി ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഐറൂസ് അപ്പോയിക്കുമ്പോഴേ ആകെ അലമ്പാണ് കേട്ടോ, കണ്ടോ എല്ലാം കൂടി വലിച്ചിട്ട് അവൻ അലമ്പ് കാട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതിങ്ങനെ നീനൂട്ടി കാട്ടി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് വന്ന പാടെ ഞങ്ങൾ ആ ഒരു സംഭവം കഴിക്കാണ് പേര് നീനൂട്ടി. പിന്നെ വന്നാൽ അറിയാലോ ഒരാഴ്ചയിൽ ഇപ്രാവശ്യം 10 ദിവസത്തോളം ഡ്യൂട്ടി ചെയ്ത് വന്നതാണ്. ഒക്കെ 2 ദിവസം ലീവുണ്ട്. അപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള പ്ലാനുള്ളതൊക്കെ ആ ഒരു സോഫയിൽ നിന്ന് ഒളിഞ്ഞ് എണീക്കൂല. അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് മഞ്ചേരി പോകാനുള്ളതുകൊണ്ട് പിന്നെ അത്രയും നേരമുള്ള കിടന്നോട്ടെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. കിടന്നോട്ടില്ലേ, അവൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നതാണ്. അപ്പോൾ ഞാനിതാ വാങ്ങിയ സമൂസ, അതിനിപ്പോൾ എന്താ പേരൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ചീസ് ബോംബോ അങ്ങനെ എന്തോന്നാണ് പറഞ്ഞ പോലെ എനിക്ക് തോന്നി, അറിയില്ല കേട്ടോ, കറക്റ്റ് എനിക്കറിയില്ല. ഏതായാലും ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടുള്ള ചീസൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ്. നല്ലൊരു ഉള്ളിൽ നമുക്ക് ഈ ഒരു ഷവർമൻ്റെ ടേസ്റ്റൊക്കെയാണ് ഉണ്ടായിരുന്നിട്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് രാവിലെ ചായ കുടിച്ചിട്ട് പിന്നെ ഇതാ വന്ന് അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വരില്ലേ, വിശക്കൂലേ, അപ്പോൾ ഞാൻ അതൊന്ന് കഴിച്ചു. അത് കഴിച്ചിട്ട് ഞാൻ മോളുവിൻ്റെ ഐറൂസിനെ ഏൽപ്പിച്ച് ഇനി ഞാൻ കിച്ചണിക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശേഷം എന്താ പറയുക, ഇത് സാധാ അരി കേട്ടോ കിട്ടുക. അത് പറയാൻ മറന്നു, ഞാൻ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തത്. അപ്പം ഫ്രൈഡ് റൈസിനുള്ള അരി എന്ന് മാത്രം എഴുതിയത്. അത് വലിയ നീളമുള്ള അരി വേണമെന്ന് പറയാൻ വിട്ടു എൻ്റെ കെട്ടിയനോട്. അതുകൊണ്ട് തന്നെ മൂപ്പര് നെയ്ച്ചോറിൻ്റെ അരിയായിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേറൊന്നും പറയാനില്ല, എൻ്റെ തെറ്റാണല്ലോ. അപ്പോൾ നമുക്കൊന്നും പറയാതെ വേഗം അതുകൊണ്ട് അങ്ങോട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി നമ്മളിന്ന് ഈ ഒരു സാധാ നോർമൽ അരി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നോർമൽ അരി സാധാരണ അരി ആയെങ്കിലും ഞാൻ എങ്ങനെയാണോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെ ഉണ്ടാക്കുകയാണ്. ഞാനത് നല്ല കുറച്ച് കൂടുതൽ വെള്ളം വെച്ചു, അതിലേക്ക് ഉപ്പും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസ് ഉണ്ടായിരുന്നില്ല അത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലും പാർന്ന് അങ്ങനെ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ സാധാരണ അങ്ങനെ സോക്ക് ചെയ്ത് വെക്കലൊന്നുമില്ല, അങ്ങനെ വെള്ളത്തിലിട്ട് പുതിർത്തി വെക്കലോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. സാധാ പോലെ തന്നെ വേവിച്ചെടുക്കുക ചെയ്യാറുള്ളൂ. അങ്ങനെ അത് അവിടെ തിളക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോയി ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോഴേക്കും നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഇടാനുള്ള ചിക്കനാണ്. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു പീസാക്കി എറിഞ്ഞെടുക്കട്ടെ. ഇങ്ങനെയാണ് വെക്കലെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എന്നോ കാലം യൂട്യൂബിൽ നോക്കി ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയതാണ്. പിന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് പിന്നെ ഞാൻ ഉണ്ടാക്കാറ്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറയാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ രീതിയിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ സെറ്റാക്കും. ഏതായാലും നമ്മൾ ചിക്കന് ചെറുതാക്കി മസാലയൊക്കെ തേച്ച് ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പിട്ടിട്ടാണ് ഞാൻ തേച്ച് വെച്ചത്. അപ്പോഴേക്കും നമ്മൾ റൈസ് ഇങ്ങനെ വെന്ത് വരും. പിന്നെ അധികം ഫുള്ളായിട്ട് വേവണ്ടല്ലോ, നമ്മൾ സാധാ നെയ്ച്ചോറിൻ്റെ അല്ലെങ്കിൽ ബിരിയാണീൻ്റെ അത്രയും വേവണ്ടല്ലോ, കുറച്ചൊരു 90-95% വേവ് മതി. അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു വേവായപ്പോൾ അത് ഊറ്റിയിട്ട് എടുത്ത് വെക്കുകയാണ്, ഊറ്റി മാറ്റി വെക്കുകയാണ് കേട്ടോ. അതിന് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ജസ്റ്റ് അപ്പോഴേക്കും കടലയും നമ്മൾ ആ വെള്ളത്തിൽ കിടന്ന് പൊതിർന്ന് ഇതായിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് ഊറ്റി അതിലേക്ക് ആ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് എടുക്കണം. ഏതായാലും ഞാൻ റൈസ് ഊറ്റി വെച്ചതിന് ശേഷം നേരെ പോയത് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് നമ്മൾ സാധാ വെക്കുന്ന പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് വേറെ സ്പെഷ്യലായിട്ടോ ഒന്നും അങ്ങനെ കടായി ഒന്നും അല്ല കേട്ടോ. സാധാ നമ്മൾ ചിക്കൻ പക്ഷേ കൂടുതൽ വെള്ളമായിട്ട് ഒന്നായിട്ട് കൂടുതൽ ഗ്രേവി ഉള്ള ആ ഒരു ടൈപ്പ് ഒന്നല്ല, സാധാ നോർമൽ കറിയായിട്ട് ഉള്ളിയൊക്കെ വാട്ടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ എടുത്തു അങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പൊരിച്ചിട്ടുമില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ നല്ല ഇനിയിപ്പോൾ വെള്ളം ഇങ്ങനെ വറ്റിച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇച്ചിരി മുകളിൽ കുരുമുളക് പൊടി ഇട്ട് സെറ്റാക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളെ ചിക്കൻ കറി റെഡിയായി. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇത്രയും വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയതായിട്ട് ഞാൻ കട്ട് ചെയ്ത് പിന്നെ മുട്ട ചിക്കി എടുത്ത്
ചിക്കൻ നമ്മൾ നേരത്തെ മസാല പരട്ടി വെച്ച ചിക്കനില്ലേ അത് അതൊന്ന് വറുത്തെടുത്ത് അങ്ങനെ അതിലേക്കുള്ള ഓരോരോ ഐറ്റംസ് ഇങ്ങനെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ മുട്ടയുടെ 3 മുട്ടയുടെ എടുത്തത് അതിക്ക് ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് അപ്പോൾ തന്നെ ഇങ്ങനെ കിടക്കിട്ട് ചിക്കാക്കിയത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ വാർന്നിട്ട് നമ്മൾ ചിക്കനും ഇതുപോലെ വറുത്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് പിന്നെ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ എണ്ണയിലേക്കാണ് നമ്മൾ നമ്മുടെ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. ഇച്ചിരി ഒരു 5-6 ഉള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഉള്ളിത്തൂമ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാമെന്നൊക്കെ പറയാറുണ്ട്. അവിടെ മക്കൾക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് മാത്രമല്ല ഞാൻ പിന്നെ അങ്ങനെ വലിയ സംഭവം ആക്കാറൊന്നുമില്ല. നമ്മൾ സാധാ നോർമൽ ഫ്രൈഡ് റൈസ് അത്രേ ഉള്ളൂ. മക്കൾക്ക് പച്ചക്കറികളില്ലെങ്കിലും ചിക്കനും മുട്ട ഉണ്ടായാൽ മതി, അവർ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കുക്കിംഗ് എന്താണ് അത് അവർക്ക് ഇഷ്ടമാണ് കേട്ടോ, അല്ലാതെ വേറെ വഴിയില്ല. ഏതായാലും ഞാൻ അതൊന്ന് ജസ്റ്റ് നന്നായിട്ട് വറുത്തെടുത്തു. അതിലേക്ക് നമ്മൾ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവത്തിൽ കേട്ടോ. അതൊന്ന് വെന്തതിന് ശേഷം ഏതാണോ ഈ ഒരു മുട്ടയും ചിക്കനൊക്കെ ഇട്ടു. സത്യം പറയാലോ ഞാൻ ഇതിങ്ങനെ ആക്കി പിന്നെ കുറച്ച് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ ഇതും വന്നു അങ്ങനെയൊക്കെ തിരക്കായപ്പോൾ, അല്ലെങ്കിൽ ലേറ്റായിട്ടാണല്ലോ നമ്മൾ കിച്ചണിക്ക് കയറിയത്. അപ്പം എല്ലാം കൂടി തിരക്കായപ്പോൾ ഞാൻ പിന്നെ ചോറ് അതിലേക്കിട്ട് ഇളക്കുന്നതും കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ അതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ചോറിട്ട് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സോയാ സോസ് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്ത് ഫുഡ് വിളമ്പണതോ കാര്യങ്ങളൊന്നും ഞാൻ അധികം വീഡിയോ എടുത്തില്ല. എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ എടുക്കാത്തത് എൻ്റെ മനസ്സിലേക്ക് വന്നത് കേട്ടോ. എന്തായാലും ഇവിടെ ഫ്രൈഡ് റൈസും കറിയൊക്കെ ആയി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ പള്ളിക്കൊന്ന് വന്നിട്ട് വെള്ളിയാഴ്ചയാണല്ലോ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. വന്നപ്പം പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതുമ്മുൻ്റെ ഗിഫ്റ്റുകളൊക്കെ പൊതിഞ്ഞെടുക്കുകയാണ്. ഓക്ക് വാങ്ങിയ ഗിഫ്റ്റുകളാണ് ഇതൊക്കെ. അമ്മാൻ്റെ നീനുൻ്റെ ഒക്കെ ഉണ്ട്, മോളൂൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എത്രയായാലും നമ്മൾ അങ്ങനെ അങ്ങോട്ട് കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് ഒരു ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് കൊടുക്കണം. അതിനിപ്പോൾ അത് ഒരു 10-20 രൂപ ആവുള്ളൂ എന്നുണ്ടെങ്കിലും ഒരു ഗിഫ്റ്റിൻ്റെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ഇതുപോലെ പൊതിഞ്ഞ് കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതും കാണാതെ ഒരു കവറിലാക്കി വെക്കണം, ഇല്ലെങ്കിൽ ഒക്കെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഓളെ വിചാരം ഇപ്പോഴും ഒന്നുമില്ല. ഞാൻ അങ്ങനെ ഓളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അമ്മച്ചി പറഞ്ഞതൊന്നും നീ കേൾക്കണില്ലല്ലോ, അതുകൊണ്ട് ഒന്നും ഗിഫ്റ്റ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓൾ സ്കൂളിൽ നിന്ന് വന്ന് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്ന് ഫുഡൊക്കെ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ആ നേരം ചോറുണ്ടാക്കലും പാത്രം കഴുകലും ഒക്കെ ഭയങ്കര പണിയായതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. എഡിറ്റ് ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കത് ഇല്ല എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. പിന്നെ ഒരു 3 മണിയായപ്പോഴേക്കൊന്ന് തുത്തു വന്നിരുന്നു. കാരണം എന്താ വെച്ചാൽ ഓക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശരിക്കും മക്കൾക്ക് സ്കൂൾ വിടൽ 3:15 ആ ടൈമിലാണ് കേട്ടോ. പക്ഷേ ഇന്ന് എന്താ വെച്ചാൽ ഓർക്ക് മീറ്റിംഗ് ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ 2 മണിക്ക് മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടുന്ന് 2-2:15 ആയപ്പോൾ തന്നെ മീറ്റിംഗ് കഴിഞ്ഞ് പോരുന്ന വഴിക്കത് അവർ കുറച്ച് ചിക്കനും ബർഗറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് വണ്ടിയിൽ നിന്ന് കഴിക്കാൻ. പിന്നെ ഇവിടെ എത്തിയിട്ട് അരീക്കോട് എത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ വണ്ടിയിൽ നിന്ന് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവൾ എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ അവളെ കൊണ്ടുവരാൻ വേണ്ടി പോയത്. അങ്ങനെ ഒരു വീടിൻ്റെ ഇപ്പോൾ ഈ ഭാഗത്ത് ഞങ്ങൾ മുൻഭാഗത്തൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ വയ്യ. അവിടെയൊക്കെ ഓരോരോ വണ്ടികൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നിർത്താൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ കുറച്ച് ദൂരമായിട്ടൊരു വീട്ടിൻ്റെ മുറ്റം കുറച്ച് ഉണ്ട്, അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി തുത്തും ഞാനും അങ്ങനെയാണ് ഞങ്ങൾ മഞ്ചേരിക്ക് പോണത്. അത് പിന്നെ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും. നമ്മൾ അങ്ങനെയാണ് മഞ്ചേരിക്ക് ഒരുമിച്ചാണ് പോവാറ്, ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് മടങ്ങും, അങ്ങനെയാണ്. അപ്പം തുത്തു വന്നപ്പോൾ ഇവിടെ മോള് കുളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കാപ്പിപ്പൊടിയൊക്കെ തേച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ നീനുട്ടി എണ്ണ തേച്ചിട്ടുള്ളൂ, കാപ്പിപ്പൊടിയും തേച്ചിട്ടില്ല. മോളൂൻ്റെ കഴിഞ്ഞിട്ട് വേണം നീനുവിന് കുളിക്കാൻ. അങ്ങനെയൊക്കെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് റെയിനുട്ടിനും ആര്യനും ഭയങ്കര ചടപ്പിട്ടോ. കാരണം ഇതും സ്കൂൾക്ക് പോയേക്കാണല്ലോ, അവർ ഇത്ര നേരത്തെ വരും എന്ന് പറയണമെങ്കിൽ ഞാൻ ഇതുമ്മിനെ ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞേക്കൂലേന്നു. അപ്പോൾ ഓലെത്താൻ എന്തായാലും ഒരു 4-4:30 ആവും. അപ്പോൾ ഇതും വരുമല്ലോ എന്നുള്ള വിചാരിച്ചിട്ടാണ് ഞാൻ സ്കൂൾക്ക് പോയിക്കോ എന്നാണ്. അല്ലെങ്കിൽ ഇത് മുന്നോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോകണില്ല എന്ന്, ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോകണില്ല അമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കേൾക്കാതെ പറഞ്ഞ് ആട്ടി വിട്ടതാണ് കേട്ടോ. എന്തായാലും അവർ കൊണ്ടുവന്ന ബർഗറൊക്കെ എടുത്തത് ഐറൂസും ആര്യനും ഒക്കെ കച്ചറ കൂടുന്നുണ്ട്. പിന്നെ അതിനൊപ്പം കുറച്ച് ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഓരോ പീസ് കഴിച്ചു. ഇതുമ്മുനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാവരും ഓരോ പീസ് കഴിച്ചിട്ടോ. അതാണോ
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇന്ന് ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ ആ ഒരു സ്നാക്സ് കഴിച്ചില്ലേ, അതന്നെ കഴിച്ചിട്ടുള്ളൂ. പണീൻ്റെ തിരക്കിലായതുകൊണ്ട് ഫുഡ് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും എന്താ കേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കൊണ്ടുപോകാനുള്ള കേക്കാണ്. ഇന്നലെ ഞാൻ കേക്ക് സ്റ്റുഡിയോ എന്നാണ് കേക്ക് വാങ്ങിയിട്ടുണ്ടായത്. ഇന്ന് നമ്മൾ മമതയിൽ നിന്നുള്ള അടിപൊളി കേക്കാണ് വാങ്ങിയത്. അതാണ് ഒന്നും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം തുത്തു വന്ന ഉടനെ തന്നെ നമ്മൾ കിച്ചണിൽ ഇരുന്നിട്ട് ഇതാ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കഴിക്കുന്നുണ്ട്. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ഫ്രൈഡ് റൈസ്. അപ്പം അവളത് വന്ന് കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സാധാ അരി കൊണ്ട് ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അവൾ പറഞ്ഞു. പിന്നെ ചിക്കൻ കറി ഒക്കെ ഭയങ്കര ഇഷ്ടമായി. എന്താ അറിയില്ല, ഞാൻ സാധാ ചിക്കൻ കറി തന്നെയാണ് ഉണ്ടാക്കിയത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഓളതവിടെ ഇന്ന് നമ്മൾ കിച്ചണിൽ എന്താ വെച്ചാൽ ഇരിക്കുന്ന ഒരു കട്ടിലുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഈ കിച്ചൻ്റെ ആ ഒരു വർക്കിൽ പണിയിൽ നമ്മൾ അതൊക്കെ പുറത്തിട്ട് മുറ്റത്താണ്. അപ്പോൾ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കസാലയൊക്കെ പാടെ നീക്കി അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഇതുമ്മ വന്നു. പിന്നെ അവൾ ഇതുമ്മനെ കുളിപ്പിച്ചു, ഐറൂസിന് ഫുഡ് കൊടുത്തു, ഓനെ മേലെ എഴുകി ഡ്രസ്സ് മാറ്റി. ഓള് മേലെ എഴുകിയാൽ മോളുവിൻ്റെ കയ്യിലാണ് കൊടുത്തു. ഓള് ഡ്രസ്സൊക്കെ മാറ്റി. മോള് മാറ്റി, നീനു മാറ്റി, ഞാൻ മാറ്റി. പിന്നെ അവിടെയൊക്കെ കിച്ചണൊക്കെ ആകെ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തിട്ട് ആകെ വൃത്തികേടായി കിടക്കുന്നു. അതൊക്കെ ക്ലീൻ ചെയ്തു, വീടൊക്കെ മൊത്തടിച്ച് വാരി തൊടിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇതാ 6:30 സമയത്താണ് കേട്ടോ. അപ്പോൾ ഇമ്മ വിളിച്ച് ചോദിക്കുക, ഇനി എന്താ കേക്ക് അരീക്കോട് തന്നെ കട്ട് ചെയ്യണോ, അങ്ങോട്ട് വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇമ്മ നല്ല കളിപ്പിലാണ്. അപ്പം എന്തായാലും അവിടുന്ന് ഒരു വിധം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു എൻ്റെ ഒന്നാമെന്താ വെച്ചാൽ 3 മക്കളും ഒരു പേരക്കുട്ടിയും, ഇവരൊക്കെ പാട് സെറ്റാക്കി ഇറക്കിയെടുക്കാനുള്ള ഒരു വക നന്നാക്കുമ്പോൾ ഒരു വക കേടുവരും, ഒരു വക നന്നാക്കുമ്പോൾ ഒരു വക കേടുവരും. ഇതുമ്മൂനെ പിന്നെ ഇതുമ്മും ബർത്ത്ഡേ കുട്ടിയല്ലേ, ഓളൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇറക്കണ്ടേ. ഓക്കാണെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സാട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഓളോട് ഞാൻ പറയുന്നത് ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് ഡ്രസ്സൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്മാൻ്റെ വക ഡ്രസ്സാണ് ഞാൻ മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒക്കെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇപ്രാവശ്യം എനിക്ക് ഡ്രസ്സൊന്നുമില്ല, മെച്ച അടിച്ച ഡ്രസ്സുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങളൊരു 6:30 6:45 ടൈമിൽ മഞ്ചേരി എത്തി. അപ്പം ഇമ്മയുടെ കണ്ട വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളെ കാണാത്തൊരു ദേഷ്യമുണ്ട്. ഇമ്മയാണെങ്കിൽ ഇവിടെ ബിരിയാണിയൊക്കെ ദമ്മിട്ട് എല്ലാ പണികളും കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങളെ കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, വീടിൻ്റെ മുന്നിൽ തന്നെ. ഞങ്ങൾ എന്താ അത്ര നേരെ വൈകിയെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചൂടാവുന്നില്ല. അപ്പം ഈ വണ്ടി ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ, വളവ് അങ്ങോട്ട് തിരിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ആ ഗേറ്റ് അവിടെ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മ ഇറങ്ങി ഓടി വന്ന്, അമ്മ വരുന്നതിന് മുമ്പേ മോള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തുറക്കാനായിട്ട്. പക്ഷെ അപ്പോഴേക്കും ഉമ്മ ഇറങ്ങി വന്ന് ഗേറ്റൊക്കെ തുറന്നതാ. ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി. ഇനി ഇനിയാണ് നമ്മുടെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വലിയ കലാപരിപാടി നമ്മൾ അരീക്കോട് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അത്രയും സത്യം പറഞ്ഞാൽ അത്രയും പണികൾ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും ആണെങ്കിൽ റെയിനൂന് ആരെയും കണ്ടിട്ട് പറഞ്ഞത് കേൾക്കണമല്ല, മേലെ കുളിക്കാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല. കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവൾ കുളിച്ചത്. പിന്നെ എല്ലാവരും ചായയും ഇതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആകെ കച്ചറായി കിടക്കുന്നു. അപ്പോൾ തുത്തുങ്ങ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പാത്രം കഴുകി തരാം, ആ തയ്യ് അടിച്ചു വരി തുടച്ചോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വേണ്ട, ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ഒക്കെ ചെയ്തു. പിന്നെ മോള് പിന്നെ ഐറൂസിനെ നോക്കാം, ഓൻ്റെ പിന്നാലെ പോയാൽ പിന്നെ വേറെ ഒരു പണി എടുക്കാൻ കഴിയില്ലല്ലോ. നീനും ആണെങ്കിലോ കുളിക്കാൻ പോയി. ഓക്ക് പിന്നെ നീരാട്ട് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ് കണക്ക്. അങ്ങനെയാണ് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. എന്തായാലും ഞങ്ങൾ എത്തി. വണ്ടിയിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ അങ്ങനെ ഇറക്കുന്നുണ്ട്. എല്ലാവരുടെയും കവറുകളാണ് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ. മോളുവിൻ്റെ ഉണ്ട്. മോളു ഇനി ഇവിടുന്ന് മോളുവിൻ്റെ ഹസ്ബൻഡ് വരുമായിരിക്കും. അവന് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇതുമ്മിൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ ഇതുമ്മ തയ്ച്ച ആ ഒരു ഡ്രസ്സ്. ഇതിൻ്റെ ഷോർട്ട്സായിട്ട് ഞാൻ ചെറിയൊരു ഡ്രസ്സ് തയ്ക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ ഞാനൊരു ചുരിദാർ അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു ശീല, അതുകൊണ്ട് അടിച്ചതാണ് കേട്ടോ. ഓക്കെ, എനിക്ക് വേറെ ഡ്രസ്സൊന്നുമില്ല, ഇതുള്ളൂ, ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഓളങ്ങനെ എന്താ പറയുക ഇടങ്ങേറാക്കി ഇങ്ങനെ നിർത്തുകയാണ്. കാരണം സർപ്രൈസ് ആകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കൊടുക്കണ്ടേ. എന്തായാലും ഓരോ സാധനങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നുണ്ട്. അപ്പോൾ തുത്തു അവിടുന്ന് വാങ്ങിപ്പോകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കഴിക്കാനുള്ള ഐറ്റംസാണ് ഉള്ളത്. എന്താ വെച്ചാൽ എന്താ പറയുക, ഒരു റൗണ്ടായിട്ടുള്ള എനിക്ക് പേരൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. ഏതായാലും ഒരുപാട് മധുരം, ചോക്ലേറ്റ്, ആ ഒരു ടൈപ്പ് ഐറ്റംസ് ഒരുപാടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചിങ്ങോട്ട് മരിക്കാം.
അപ്പോൾ ഇന്നെ നിലിട്ട് താത്താന്ന് വിളിച്ച് ഓടി വന്നിട്ട് അവന് സത്യം പറയാലോ ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. ഞങ്ങളൊക്കെ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അവന്. അപ്പോൾ വന്ന് ഞങ്ങളെ സൗണ്ട് കേട്ടപ്പോൾ ഇങ്ങനെ ഓടി വരുന്നുണ്ട്, താത്താ തുത്തു, ഞങ്ങളൊക്കെ അങ്ങനെ വിളിക്കാം കേട്ടോ, തുത്തു എന്നാണ് വിളിക്കുക അവളെ, പിന്നെ താത്താന്ന് വിളിക്കും. അങ്ങനെ ഓടി വന്ന് എൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട്. ഇതാ അപ്പോൾ എല്ലാവരും കൂടി നിന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതേപോലെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇങ്ങനെ എടുക്കണം, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവസ്ഥ അതായിരുന്നല്ലോ, ഭയങ്കര ഗുരുതരാവസ്ഥയിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഈ ഒരു ഷർട്ട് ഉണ്ടോ, നീനുട്ടിൻ്റെ ഈ ഷർട്ട് എല്ലാവരും കണ്ടോ, ആ ഷർട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ എംബ്രോയ്ഡറിക്ക് പോക്കറ്റിലെ എംബ്രോയ്ഡറി കണ്ടോ, അതൊക്കെ ഞാൻ ചെയ്തതാണ് ഗൈസ്, അത് ഞാൻ തുന്നി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സ്കിപ്പ് ബാക്ക് അടിച്ച് കണ്ടിട്ട് നോക്കൂ എങ്ങനെയുണ്ടെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ വന്ന പാടെ തന്നെ നേരെ കിച്ചണിലെത്തി. പതിവ് പോലെ ഞങ്ങൾ ബിരിയാണി ദമ്മ് വിളിക്കുന്ന ആ ഒരു കലാപരിപാടിയിലാണ്. ബിരിയാണി ദമ്മ് വിളിക്കുമ്പോൾ ഉമ്മ ആദ്യം വിളിച്ചാൽ തുത്തൂനെ ഇടോ, തുത്തൂ വിളിക്കും. കാരണം ഓക്കാണ് ആ ഒരു ബിരിയാണി അതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന ഒരു പ്രവണത കൂടുതലും. ഓക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ആ ചൂടോടുകൂടി ആ ബിരിയാണി തന്നെ ആ ചെമ്പട്ടിയിൽ നിന്ന് തന്നെ അങ്ങോട്ട് കഴിക്കുക എന്നുള്ളതാണ് അവളെ ഇഷ്ടപ്പെട്ട ഒരു വിനോദം. അപ്പം ഉമ്മ അവളെ വിളിച്ച് എനിക്ക് പിന്നെ ആ ഒരു കലാപരിപാടി ഇല്ല കേട്ടോ, ഇങ്ങനെ ഇതിൽ നിന്ന് തൊണ്ടി തിന്നുന്ന പരിപാടി ഇല്ല. പക്ഷേ തുത്തു അതിൽ നിന്ന് കോരിയിട്ട് എൻ്റെ വായിലേക്കും വെച്ച് തരുന്നുണ്ട്. കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാഞ്ഞിട്ടാണ് കഴിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വായിൽ വെച്ച് തരുന്നുണ്ട്. ഏതായാലും അതിപ്പോൾ എല്ലാവർക്കും അറിയാലോ, ബിരിയാണി ദമ്മിട്ട് ഇങ്ങനെ നല്ല ബിരിയാണി കോരി തരുമ്പോൾ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ എല്ലാവർക്കും അറിയണതല്ലേ അല്ലേ. ഏതായാലും ഇമ്മ അതൊക്കെ പൊടിച്ച് പിന്നെ നേരെ ഇനി ഫുഡ് വിളമ്പാനുള്ള പരിപാടിയിലാണ്. എല്ലാവരും എത്തിയിട്ട് വേണം നമുക്ക് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോൾ ആദ്യം വന്നത് നുജൂമാണ് കേട്ടോ. ഓന് ഡ്യൂട്ടി കഴിഞ്ഞ് ഓന് 7 മണി 7 ടൈമിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അവന് വെയിറ്റ് ചെയ്തത് പൂമുഖ വാതിൽക്കൽ എന്നെ നേരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നിന്നിട്ട് അപ്പോൾ ഫോൺ വിളിക്കണത് ആർക്കാരോ അത് നുജൂമിനാണ് കേട്ടോ. അല്ല അവിടുന്ന് നുജൂം NITന്ന് മഞ്ചേരിക്ക് എത്തുന്ന വരെ ഒരു 1.25 മണിക്കൂർ യാത്രയുണ്ട്. ആ സമയം ഫുള്ളും ഒരു സംസാരിച്ചുകൊണ്ടാട്ടോ വരിക. സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഓല കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. കാരണം നമ്മളെ ഹസ്ബൻഡ് നമ്മളെ കെട്ടിയന്മാരോട് പൊതുവെ സംസാരിക്കൽ കുറവായിരിക്കും അല്ലേ. കാരണം നമ്മളെപ്പോഴും വീട്ടിലുള്ളതല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മൾ അധികം ഒന്നും സംസാരിക്കില്ല. സംസാരിക്കുകയാണെങ്കിൽ തന്നെ വീട്ടിൽ എന്തെങ്കിലും ഉള്ളില്ല, വെളുത്തുള്ളില്ല, പച്ചമുളകില്ല ഇത് പറയാനായിരിക്കും നേരെ. ഇതങ്ങനെയല്ല, അവർ ഓൽക്കൊരു ടൈം ടേബിൾ വെച്ചിട്ടാണ്. രാത്രി രാവിലെ അങ്ങോട്ട് പോകുമ്പം കഴിയൂല. കാരണം ഒന്ന് എനിക്ക് ഇവിടെ വീട്ടിൽ പണി ഉണ്ടാവും, നിലൂനെ കുളിപ്പിക്കുക അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കഴിയില്ലല്ലോ. രാത്രി പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ NITന്ന് പോരുമ്പോൾ തുടങ്ങുന്ന ആ ഒരു ഫോൺ കോൾ ഒലിവിടെ വരുമ്പോഴാണ് അവസാനിപ്പിക്കുക. അങ്ങനെ ഒരു ഗേറ്റൊക്കെ തുറന്നെടുത്തു. നിലൂനെ കാറിൽ കയറ്റി ഇരുത്തി ഡ്രൈവിംഗ് സീറ്റിൽ അങ്ങനെ ഇരുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേക ചിട്ടയാണിത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു കാര്യമാണ്. ആ ഒരു തമ്മിലുള്ള ആ ബോണ്ട് കൂടും അനുസരിച്ചാണല്ലോ. അങ്ങനെ നുജൂം വന്നപ്പോഴും എന്തൊക്കെയോ ഐറ്റംസ് ചിപ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ഓണത്തിന് കഴിക്കുന്ന ആ ശർക്കര ഉപ്പരിയില്ലേ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കഴിക്കാൻ ഒരുപാടുണ്ട്. അപ്പം ഇമ്മ ഇവിടെ മക്കളെ ഫുഡൊക്കെ വാരി കൊടുക്കുകയാണ്. ഇവിടെ എത്തിയാൽ പിന്നെ ഞാൻ പറയണേ എൻ്റെ മക്കൾക്കും തുത്തൂൻ്റെ മക്കൾക്കും ഒന്നും കൈകൊണ്ട് ഒറ്റയ്ക്ക് വാരി കഴിക്കാൻ പറ്റില്ല. അതൊരു പ്രത്യേകതരം അസുഖമാണ്, ഞാൻ എല്ലാ വീഡിയോയിൽ പറയാറുണ്ട്. അപ്പോൾ അവർക്ക് ഇമ്മ അവിടെ വാരി കൊടുക്കുന്നുണ്ട്. ഓൽക്ക് വാരി കൊടുക്കണ കണ്ടപ്പോൾ നീലു അവിടെ പോയിരിക്കുന്നുണ്ട്. അങ്ങനെ നീലുവിനും വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. നുജുമിനാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, കാരണം ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ട്. ഓന് ആദ്യം ഫുഡ് കിട്ടണമെന്ന് പറഞ്ഞ് ഓന് വിളമ്പി കൊടുക്കണം. ഞങ്ങളാണെങ്കിൽ വരുമ്പോൾ തന്നെ ബർഗറും ചിക്കനും പിന്നെ കുറേ മധുരം അതും ഇതൊക്കെ കഴിച്ചതുകൊണ്ട് എനിക്കും തുത്തൂനൊന്നും അങ്ങനെ വിശപ്പുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളൊന്നും കഴിച്ചില്ല. ഓൻ കഴിച്ചോട്ടെ എന്ന് കരുതി ഞങ്ങൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് കരുതി നിൽക്കുകയാണ്. അപ്പോൾ ഇമ്മ ഇവിടെ മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. നീന അവിടെ കിടന്ന് പിന്നെ ഫോൺ കാണുന്നുണ്ട്. തുത്തു അവിടെ എന്താ ഇപ്പോൾ കഴിക്കണത് എന്നിപ്പോൾ ഞാൻ വീഡിയോയിലാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഓള് ബിരിയാണി കഴിച്ചോ, അത് എനിക്ക് ഓർമ്മയില്ല. ബിരിയാണിയാണ് ഓള് കഴിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഓള് കഴിക്കുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലായതുകൊണ്ട് അതങ്ങനെ ശ്രദ്ധിച്ചില്ല. പിന്നെ നുജൂമൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഓൻ കൊണ്ടുവന്ന ചിപ്സും ശർക്കര ഉപ്പേരിയും കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ സിനിമ ഇട്ടാലോ എന്ന് ചോദിച്ചു. അപ്പോൾ സിനിമ ഇടുന്നതിനാണ് രസം ഒരുമിച്ചിരുന്ന് സംസാരിക്കണതല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ ഓക്കെ നമുക്കിതാ ഈ ഒരു ചിപ്സും കഴിച്ച് ഈ ഒരു ശർക്കര ഉപ്പേരിയും കഴിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞ് കുറേ നേരം അവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അപ്പം മേശയ്ക്ക് തുടച്ച് കയറിയൊക്കെ ഫുഡ് കഴിച്ച ആ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ തുടക്കണതാണ് നിങ്ങളാ കണ്ടത്. നീനുട്ടി ഇവിടെ കിടന്ന് ഓളും ചിപ്സൊക്കെ കഴിക്കുന്നുണ്ട്, മോളും കഴിക്കുന്നുണ്ട്. എല്ലാവരും ചവച്ച് വല്ല പശുക്കളാട്ടണ മാതിരി അങ്ങനെ എല്ലാവരും ആട്ടിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ.
അപ്പം നീലും ഐറൂസും അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കാർട്ടൂൺ ഇട്ട് കൊടുത്തത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രധാന പരിപാടികളിലേക്ക് കിടക്കുകയാണ്. കേക്ക് കട്ടിങ്, ഗിഫ്റ്റ് കൊടുക്കുക, ഇതും ഇപ്പം റൂമിലാണ് കേട്ടോ. റൂമിൽ പിന്നെ കിടക്കുകയാണ്. ഓൾ അവിടെ ഫോണും കണ്ട് കിടക്കണം. ഓളെ വിചാരം ഇനി ഒന്നുമില്ല, കേക്ക് കട്ടിങ് ഉണ്ട്, എല്ലാവരും വരട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ റൂമിൽ നിന്ന് വിളിച്ചിട്ട് വാ കേക്ക് കട്ട് ചെയ്യല്ലേ, മുടിയൊക്കെ വാർന്ന് റെഡിയായി വൃത്തിക്ക് വാ എന്നൊക്കെ പറഞ്ഞ് ഓളെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഗിഫ്റ്റുകളൊക്കെ ഞാൻ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതും ഒരു ബർത്ത്ഡേ അല്ലേ, ഞാൻ അവളോട് പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് എന്തായാലും വരേണ്ട നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. മൂപ്പർക്ക് അവിടെ ബിരിയാണി വിളമ്പി കൊടുത്തിട്ടുണ്ട്, കഴിക്കാണ്. ആ സമയത്താണ് ഞാനവളെ കണ്ണ് പൊത്തി ഇങ്ങനെ കൊണ്ടുപോവാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുത്തൂനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ മേശപ്പുറത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പം പിന്നെ ഇതാ തുത്തോടെ വീഡിയോ അവിടെ എടുക്കാൻ ഓടിച്ചെന്ന് അവിടെ എത്തിയിട്ട് വേണം എനിക്കവൾ കണ്ണ് തുറക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വിളിക്കണം, നുജോ പിന്നെ റെയിനുട്ട എല്ലാവരും ഞാൻ വിളിക്കണതാണ് ആ കാണുന്നത്. അങ്ങനെ അവൾക്ക് ഗിഫ്റ്റ് കാട്ടി കൊടുത്തു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അത് നിങ്ങൾക്ക് അവളെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ സത്യം പറഞ്ഞാൽ അവൾ ഗിഫ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത്ര അവളെ ചടപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഞാൻ ആരോടും ഒന്നും കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ. അപ്പം ഇത് ഏറ്റവും അടിയിലേത് പിന്നെ ഇമ്മാൻ്റെതാണ്. പിന്നെ ആ പുള്ളിയായിട്ട് പൊയിഞ്ഞത് തുത്തൂൻ്റെതാണ്. ആ 2 നീനുവിൻ്റെതാണ്. പിന്നെ മോളൂൻ്റെത് ഉണ്ട് കേട്ടോ. മോളൂൻ്റെത് എന്താ വെച്ചാൽ മോളൂൻ്റെ ഹസ്ബൻഡ് ഇതുമൂന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് ഒക്കെ വേണ്ടതൊക്കെ വാങ്ങി കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഇങ്ങനെ ഗിഫ്റ്റായിട്ട് പൊതിഞ്ഞ് കൊടുത്തിട്ടില്ല, ഓളെ കൊണ്ടുപോയിക്കാണ്ട് എന്തൊക്കെയാണ് ഓക്ക് വേണ്ടത്, ഓക്ക് ഇഷ്ടമുള്ള കളറ്, ചിത്രം വരക്കയുടെ ബുക്ക്, പെയിൻറ്റ്, ഒരു അത്യാവശ്യം നല്ലൊരു പൈസ ആക്കിക്കാണ്ടാണ് ഓള് അവിടുന്ന് പോകുന്നത്, ബില്ലാക്കിയിട്ടുണ്ട്. അങ്ങനെ സാധനം വാങ്ങിക്കൊടുത്തോണ്ടതാണ് ഈ വീഡിയോയിൽ അത് പെടാത്തത്. അതെന്തായാലും ഞാൻ കാണിക്കണ്ടോ, ഈ വീഡിയോയിൽ തന്നെ എവിടെയെങ്കിലും ഒന്ന് കാണിക്കാം. അപ്പം ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോഴാണ് നുജൂമ് പുറത്ത് പോയിട്ട് വണ്ടി കാറിലാണ് ഓൻ്റെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നത്. ചെറിയ കുഞ്ഞ് ഗിഫ്റ്റായിട്ട് ഓനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചെറുതാണ് വലുതാണെന്നൊന്നല്ല, ഗിഫ്റ്റ് എന്ന് പറയുന്നതാണ്, ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. അത് നമ്മളിപ്പോൾ ഒരു കോലുമുട്ടായി ആയാലും ഗിഫ്റ്റ് കൊടുക്കുക, പിന്നെ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ 10 രൂപേൻ്റെതായാലും കൊടുക്കുക. ഞാൻ എല്ലാ നമ്മളെ ഒരു സെലിബ്രേഷൻ വീഡിയോയിലൊക്കെ പറയാറുണ്ട്. അത് നമുക്ക് കഴിയുന്ന രീതിയിലുള്ള ഗിഫ്റ്റ് അത് നമ്മൾ എല്ലാവർക്കും ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ കൊടുക്കുക എന്ന് പറഞ്ഞത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോഴാണ് ലാസ്റ്റ് റെയിനും ആര്യനും ഗിഫ്റ്റ് കൊടുക്കുന്നത്. അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അത് എനിക്കും സർപ്രൈസ് ആയിട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിലാണ് ഇതും ആ തുള്ളിച്ചാടി കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാം എന്നുള്ളതാണ് പരിപാടി. കാരണം ഇതിലാണ് ഡ്രസ്സൊക്കെ അൺബോക്സ് വീഡിയോ വേറെ എടുക്കേണ്ടതാണ് ശരിക്കും. പക്ഷേ ഓക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഈ ഒരു വീഡിയോയിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഇമ്മമ്മാൻ്റെ ഗിഫ്റ്റ് പൊളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതുമ്പോൾ തുടങ്ങിയത് കേട്ടോ. കാരണം ഇമ്മമ്മല്ലേ ഫസ്റ്റ്, അപ്പോൾ ഇമ്മമ്മാൻ്റെ ഗിഫ്റ്റ് പൊളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം അത് പൊളിക്കാണ്ട്. അപ്പോൾ മിന്ത്രേന്നാണ് ഞാൻ ഇമ്മാൻ്റെ ഗിഫ്റ്റ് വാങ്ങിയത്. ഇമ്മ പൈസ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം മിന്ത്രയിൽ ഞാൻ നല്ലൊരു ഡ്രസ്സ് ഓർഡർ ചെയ്യാണ് ചെയ്തത്. എനിക്ക് ഏത് ആപ്പിൽ നിന്ന് മീഷോ ആവട്ടെ, ഫ്ലിപ്കാർട്ടാവട്ടെ, അതിനൊന്നും ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ എനിക്ക് ഏറ്റവും ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്യാൻ കംഫർട്ട് എനിക്ക് പിന്നെ മിന്ത്രയിൽ നിന്നാണ് കേട്ടോ. പിന്നെ നമുക്കൊരു ആ ഒരു സംഭവം നമുക്കൊരു റിട്ടേൺ ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. അളവ് കറക്റ്റാണെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും. ക്ലോത്തോ കാര്യങ്ങളൊന്നും ഒരു മോശം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇതാണ് ഇമ്മ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ്. ഞാൻ സെലക്ട് ചെയ്തതാണ്, കളറും കാര്യങ്ങളൊക്കെ ഞാൻ സെലക്ട് ചെയ്തതാണ്, അളവൊക്കെ ഞാൻ നോക്കിയിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പം ഉമ്മക്ക് അവൾ ഗിഫ്റ്റ് കൊടുത്തതിന് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തത് തുത്തൂൻ്റെതാണ്. ഇതാണ് തുത്തൂൻ്റെ ഗിഫ്റ്റ്. നമ്മൾ ഇന്ന് രാവിലെ പോയി വാങ്ങിയില്ലേ ആ ചെരുപ്പാണ്. പക്ഷേ ഇതും ഇവന് അറിയില്ല ചെരുപ്പാണ് എന്നുള്ളത്. അങ്ങനെ അവൾ ഗിഫ്റ്റ് പൊട്ടിച്ചു. അപ്പോൾ ചെരുപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, വാങ്ങിയപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചെരുപ്പ്. അപ്പോൾ കണ്ട വലിയ ചെരുപ്പ് കേട്ടോ. എങ്ങനെ നല്ല ഓക്ക് ഭയങ്കര നല്ല വലിപ്പമാണ്. കാല് നല്ല വലിപ്പമാണ്. ഒന്നാമത് വീതിയുള്ള വലിപ്പമുള്ള കാലവള് കണ്ടോ. ഞാൻ ആ ചെരുപ്പ് കണ്ടപ്പോൾ ഓളെ പഴയ ചെരുപ്പില്ലേ വീട്ടിൽ നിന്ന് ഓള് സ്ഥിരമായിട്ട് ഇടുന്ന ചെരുപ്പ് അളവിന് കൊണ്ടുപോയിക്കാണ്ടാണ് ഞാൻ അത് വാങ്ങിയത്. അതുകൊണ്ട് കറക്റ്റായിരുന്നു, ഒന്നും ചെയ്യാനില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്, തുത്തൂനും ഇഷ്ടപ്പെട്ടു. നല്ല കളറ്, ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സിലേക്കും ഇടാമല്ലോ, നല്ല കളറുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതും ഇഷ്ടമായി. അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞു. ഇനി അടുത്തത് നുജൂമിൻ്റെതാണ് ഈ പൊട്ടിക്കുന്നത് കേട്ടോ. നുജൂം ഇപ്പോൾ കൊടുക്കുന്ന നുജൂമിൻ്റെതും ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നുജൂം സത്യം പറഞ്ഞാൽ ആർക്കും അങ്ങനെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാറില്ല.
ഇമ്മ കൊടുക്കുന്നുണ്ടല്ലോ, ഇമ്മാക്കുള്ള പൈസ ഓനെന്നല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഒരാൾക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ആർക്കും ഗിഫ്റ്റ് കൊടുക്കാറില്ല. ഇതെന്താ അറിയില്ല, ഇതുപോലെ ഒരു ഗിഫ്റ്റ് കൊടുത്തു. എന്താ വെച്ചാൽ മേക്കപ്പ് സാധനമാണ്, മേക്കപ്പ് സെറ്റാണ് വാങ്ങിയത് കേട്ടോ. അടിപൊളി. അത് ഇതുമൂന്നും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും കൊടുത്ത ഗിഫ്റ്റ് ഒക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല ഒരു അടിപൊളി ഗിഫ്റ്റ് തന്നെയായിരുന്നല്ലോ മേക്കപ്പ് സെറ്റ് എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടിയൊക്കെ അത് അടിപൊളിയാവും. നുജുമാണെങ്കിൽ ഓനിത് ഇത്ര ഇഷ്ടപ്പെടുന്നു ഓൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓൻ ആകെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമായത് കണ്ടപ്പോൾ ഓൻ്റെതായിരിക്കും ഏറ്റവും ചെറിയ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഗിഫ്റ്റ് എന്നാണ് ഓൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഓക്ക് കിട്ടിയപ്പോൾ ഭയങ്കര ചാടി കളിക്കുന്നു. കാരണം ഒന്നാമത് മേക്കപ്പ് സെറ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നുജുമിനും അത് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നെ അടുത്ത ഐറ്റംസ് ഇത് നീനുവിൻ്റെതാട്ടോ. നീനുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്മച്ചിയൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് ഓർഡർ ചെയ്തുകൊണ്ട് വാങ്ങി കൊടുക്കേണ്ടിട്ടോ, എനിക്കറിയില്ല, എനിക്ക് നോക്കാനൊന്നും ടൈമില്ല. അപ്പോൾ ഞാൻ മീഷോന്ന് കുറച്ച് 2 ഐറ്റംസാണ് നോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ സംഭവമാണിത്, വാച്ചാണ്. നല്ല അടിപൊളി ഏതോ ഇലക്ട്രിക് വാച്ചാണ്, അതായത് സമയം ഇങ്ങനെ കാണുന്ന വാച്ചുണ്ടല്ലോ അതാണ്. അപ്പോൾ അത് ഇതുമുന്നേ കുറേ ആയി പറയാൻ, ഓളിങ്ങനെ വാച്ച് വേണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതന്നെ ഓർഡർ ചെയ്തു. പിന്നെ നീനുട്ടീൻ്റെ ഭാഗമായിട്ട് വാച്ച്. അപ്പോൾ നീനു ആണോ അത് എനിക്ക് വാങ്ങി തന്നു പറഞ്ഞിട്ടാണ് ഇതും അത്ഭുതപ്പെടുന്നത്. എന്താ അപ്പോൾ ചെയ്യാല്ലേ. അപ്പോൾ നീനുവിന് ഭയങ്കര, നീനു ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ നീനുവിനും അറിയില്ല. ഓളത് കണ്ടപ്പോഴാണ് ഓള് കണ്ടത്. പിന്നെ ഈ പെട്ടിയും നീനുട്ടീൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ മോളൂന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, നോക്കൊന്നും കൊടുക്കാനില്ലല്ലോ, ഓൾത് ഗിഫ്റ്റ് പൊതിയാനുള്ളത്. അപ്പോൾ അതാണ് ആ പറയുന്നത് കേട്ടോ. ഞാൻ അത് അഞ്ചാറ് ഓളെ കൊണ്ടുപോയിക്കാണ്ട് ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ പെടാഞ്ഞത് എന്നൊക്കെ ആണ് പിന്നെ മോള് പറയണത്. ഒക്കെ ഒരുപാട് ഇപ്പം നല്ലൊരു സംഖ്യൻ്റെ ഒരു 1000-1500 രൂപേൻ്റെ സാധനം പിന്നെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് ഒരു 2 ദിവസം മുമ്പായതുകൊണ്ട് ഒക്കെ ഇതുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് അല്ല എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ രണ്ടാമത്തെ ഐറ്റംസാണ് ഈ ഒരു സംഭവം. അത് പിന്നെ ഞാൻ ഇപ്പോൾ പൊട്ടിക്കാൻ കൊണ്ടുപോയത് കത്രി കൊണ്ട് എടുത്ത്, പിന്നെ നമുക്ക് കൈ കൊണ്ട് പൊളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കത്രി കൊണ്ട് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ അവിടെ മേക്കപ്പ് സാധനം നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മോളൊക്കെ ഇത് നല്ല സംഭവമാണല്ലോ. കാരണം നുജൂമിനെ അറിയില്ലായിരുന്നില്ല ഇതിൽ ഇത്രയും സാധനങ്ങളുണ്ട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുക, കോമ്പാക്ട് പൗഡറും കാര്യങ്ങളൊക്കെ അതിലുണ്ട് എന്നൊന്നും നുജൂമിനും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നുജും അതിൻ്റെ ഒരു അത്ഭുതത്തിൽ നിൽക്കുന്നു കേട്ടോ. ഞാൻ ഇത്രയും വലിയ സാധനമാണോ ഗിഫ്റ്റ് വാങ്ങിയതെന്നൊക്കെ. അങ്ങനെ നീനുട്ടിൻ്റെ അടുത്ത ഐറ്റംസ് ഇതാ നമ്മൾ കത്തിയൊക്കെ കൊണ്ടുവന്ന് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ എന്തോ ആൽക്കഹോൾ പെയിൻറ്റോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അത് എൻ്റെ ഫോൺ എടുത്തിട്ട് അവൾ മീഷോ സെർച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഫോൺ എടുത്ത് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ നോക്കി വെച്ചതായിരുന്നു എന്താ അപ്പോൾ സെർച്ച് ചെയ്യണത് ഇത്. അപ്പോൾ അത് നോക്കിയപ്പോൾ അവൾ ഈ ഒരു ആൽക്കഹോൾ പെൻസിലോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നീനുട്ടിൻ്റെ വക വാച്ചും ഞാൻ ആൽക്കഹോൾ പെയിൻറ്റുമാണ് പെൻസിലുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ റെയിനുട്ടൻ്റെ വക ഒരു ബാഗും ചെറിയൊരു ബാഗും ആരിൻ്റെ വക എന്ത് പെന്നാ അപ്പോൾ ജെൽ പെൻസിലോ അങ്ങനെ എന്തോ സംഭവമായിരുന്നു, അതുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഓക്ക് ഭയങ്കര ഇഷ്ടമായ കാര്യങ്ങളാണ്. കാരണം ഓക്ക് പെയിൻറ്റ് ചെയ്യുക, കളർ കൊടുക്കുക, ചിത്രം വരക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുന്നത് ഓക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ റെയിൻറ്റിനും ആരെയും ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇതുമൂലുള്ളതിനേക്കാൾ സർപ്രൈസ് എനിക്കായിരുന്നു. അപ്പോൾ ഞാനും അതിങ്ങ് നോക്കുക എന്താ ഇപ്പോൾ ഇവർ വാങ്ങിയത് നോക്കട്ടോ. അങ്ങനെ അതാ ബാഗൊക്കെ പൊളിച്ചിട്ടും കിട്ടുന്നില്ല. എമ്മയും പൊളിച്ചുന്നുണ്ട്, ഇതും പൊളിക്കുന്നുണ്ട്. അവസാനം അതാ ഞാൻ തന്നെ വരേണ്ടി വന്നു അത് പൊളിച്ച് പുറത്തേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അതാ ഈ ഒരു കുഞ്ഞ് പൗച്ച്, നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് പൗച്ചിട്ട് 3 കവറൊക്കെ ഉണ്ടായിന്. അതിന് ഓളെ പെൻസിൽ കളർ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പാകത്തുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൗച്ചും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഓൾക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഇനി ഇതൊക്കെ ഓള് എടുത്ത് വെച്ച് പിന്നെ ഉമ്മാൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ട് വേണം നമുക്ക് കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പം ഓള് ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ബർത്ത്ഡേ ദിവസം ഹാപ്പി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പോൾ അതാ വാച്ചും പിന്നെ റെയിന് വാങ്ങിക്കൊടുത്ത പൗച്ചും പിന്നെ അതേപോലെ എന്താ ആര് വാങ്ങിക്കൊടുത്ത കളറും ഒരു ജെൽ കളറോ അങ്ങനെ എന്തോ ഒരു കളറാണ് കേട്ടോ. ഏതായാലും അതൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ എന്താ നമ്മൾ ഇനി കേക്ക് കട്ട് ചെയ്യണ്ടേ. അപ്പോൾ അതിന് ഇനി ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് റെഡി ആയിട്ട് വരാം.
അപ്പോൾ അതാ അവൾ ഡ്രസ്സ് ഇട്ടിട്ട് ഇതാണ് ലുക്ക്. ഇതിൻ്റെ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് വരും ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്തിടാൻ പറ്റുകയെന്നൊന്നും എനിക്കറിയില്ല. ഒന്നാമത് ഞാൻ മഞ്ചേരിയിലാണ്, ഐറൂസും ഉണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒക്കെ ഒന്ന് നോക്കി എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരും. അപ്പം ഡ്രസ്സൊക്കെ ഇട്ടുള്ളൂ മഞ്ചേരിക്കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ തുത്തുൻ്റെ ചെരുപ്പിട്ടു, പിന്നെ വാച്ച് കെട്ടി, ഞാൻ വാങ്ങിക്കൊടുത്ത മാല ഇട്ടു. പിന്നെ ഞാൻ നല്ലൊരു മാല ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മോതിരം വാങ്ങിയിട്ടുണ്ട്, അതിട്ടു. പിന്നെ കേക്ക് ഇതാ അതിൻ്റെ പേക്കൊക്കെ നീനുട്ടി അങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് കളർ ഈ ഒരു പീച്ചി എന്താ ഈ കളർ പറയാം, പച്ച, ഒരു ക്ലിപ്പച്ച അല്ലേ, ഈ കളറൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. മുഖത്തേക്ക് എന്താണ് ഭംഗിയുണ്ടോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രയത്നത്തിന് ശേഷം കേക്കിനെ പുറത്തേക്ക് എടുത്തു കുയിസ്. അപ്പോൾ ഞാൻ പറഞ്ഞ അരീക്കോട് മമത ബേക്കറിയിൽ നിന്ന് വാങ്ങിയ കേക്കായിരുന്നു. സത്യം പറഞ്ഞ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ അരീക്കോട് നിന്ന് ആരെങ്കിലും കേക്ക് വാങ്ങുന്നവരുണ്ടെങ്കിൽ മമത ബേക്കറിയിൽ നിന്ന് കേക്ക് വാങ്ങിക്കോളൂ കേട്ടോ. നല്ല പാകത്തെ റേറ്റുമാണ്. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മൾ തലേ ദിവസം ഇതുമൂലം പിന്നെ ഫ്രണ്ട്സുകൾ വന്ന ദിവസം നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കേക്ക് സ്റ്റുഡിയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക, 1/2 കിലോന് കേക്കാണ്. ആ ഒരു സംഭവം വില കൂടുതലായിരുന്നു. പുറമെ അത് അതിൻ്റെ ഉള്ളിലൊക്കെ കേക്കിനൊന്നും ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഒരു വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്, നമ്മൾ കേക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് വേഗം കേക്ക് സ്റ്റുഡിയോ എന്നല്ലോ നമ്മൾ കേക്ക് വാങ്ങുക. അത് മമതയിൽ നിന്ന് നല്ല അവിടെ അതിൻ്റെ പഠിച്ച ആൾക്കാർ കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കേക്ക് എന്തൊക്കെയാണ് ആ കേക്കിലേക്ക് ഇടുന്നത്, ആഡ് ചെയ്യണത് വരെ പോലും അവർ നമുക്ക് പറഞ്ഞു തരും നമ്മളവിടെ ചെന്നാൽ. നല്ല നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള നമ്മൾ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് പേര് കിട്ടിയ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ആ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും വിളിച്ച് എല്ലാവരെയും നിർത്തി, മക്കളെ 3 ഒരുമിച്ച് നിർത്തിയതാ കേക്ക് കട്ട് ചെയ്യാണ്. റെഡി 1 2 3 എല്ലാവരും പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. പാട്ട് ചെയ്യാൻ അങ്ങനെ ഒന്നായിട്ട് അങ്ങനെ കലപ്പിൽ ഇടണോ ഇടാല്ലേ. Happy birthday dear Ummu, happy birthday to you. May God bless you. Mama. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഏകദേശ അവസ്ഥ. പാട്ടൊന്നും ആർക്കും അറിയില്ല, നമ്മൾ മര്യാദയ്ക്ക് പാടുന്നില്ല, ഒക്കെ കൂടെ കലപ്പിലാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കേൾപ്പിച്ചതേ ഉള്ളൂ. പിന്നെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. ആദ്യം ഉമ്മാക്ക്, ഇപ്പാക്ക്, ആദ്യം റെയിനുട്ടനാണ് കൊടുത്തത്, പിന്നെ ആര്യന്, പിന്നെ ഉമ്മാക്ക്, പിന്നെ ഉപ്പാക്ക്, പിന്നെ ഒളപ്പച്ചിക്ക്, പിന്നെ എനിക്ക്, തുത്തൂന്, നീനൂന്, ഹണിക്ക്, എല്ലാവർക്കും ഐറൂസിനെയും കൊണ്ട് വരുന്നുണ്ട്. ഐറൂസിനും കൊടുത്തു. പിന്നെ നീലൂന്, എല്ലാവർക്കും. സത്യം ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആർക്കേക്ക് കൊടുക്കണം, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഒക്കെ കൂടെ ഒരു ബേജാറായിരിക്കൂലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാവരുടെ വായിലും വെച്ച് ഓരോ പീസ് ചെറിയ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഐറൂസിൻ്റെ വായിലേക്ക് വെച്ചത് മാത്രം കറക്റ്റ് അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പം ഈ കൊടുക്കുന്നത് എൻ്റെ ഉപ്പാൻ്റെ 2 ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട്സും ഒരു ഭാര്യയാണ് കേട്ടത്. അവർ പെട്ടെന്ന് വന്നതായിരുന്നു. ഏതായാലും ഒരിക്കും കൂടി അതിൽ ഒന്ന് പേര് കൂടാൻ കഴിഞ്ഞു. കേക്ക് കട്ടിങ്ങിലും കാര്യത്തിലൊക്കെ കൂടാൻ കഴിഞ്ഞു. അവർക്കും ഓരോ പീസൊക്കെ വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ ഈ 11 വയസ്സിലും ഒക്കെ ആഘോഷിക്കാൻ പറ്റി. ഇനി അങ്ങോട്ടുള്ള എല്ലാ ബർത്ത്ഡേ ഇതുപോലെ അടിപൊളിയായിട്ട് ഒരുപാട് കാലം ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു, ഞാൻ കഴിക്കാത്തതുകൊണ്ടാണ് അത് വീഡിയോ എടുക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.